ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങളിപ്പോൾ മസൂറിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ദിവസം രാവിലെ ഞങ്ങൾ മസൂറിയിൽ നിന്ന് തിരിച്ച് അംബാലയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് മസൂറിയിൽ നിന്ന് അംബാലയിലേക്കുള്ള റോഡ് ട്രിപ്പിലത്തെ കാഴ്ചകൾ കാണാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്രസിദ്ധമായ പോണ്ട സാഹിബ് ഗുരുദ്വാരയിലും കൂടി കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളും ചേർത്ത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് രാവിലെ 7 മണിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഡെറാഡൂണിൽ പ്രത്യേകിച്ച് മസൂറിൽ എവിടെ നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകളാണ്. 175 കിലോമീറ്ററാണ് മസൂറിയിൽ നിന്ന് അംബാലയിലേക്കുള്ള ദൂരം. ഞങ്ങൾ 7 മണിക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങി. പിന്നെ ആ മഴ കുറച്ച് ശക്തിയായി. അപ്പോൾ അത് കാരണം മഴ മാറിയിട്ട് അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ മഴ മൂടിയ മസൂറിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് സമയം നോക്കിയപ്പോഴത്തേക്കും പിന്നെ മഴ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാവമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങുമ്പോഴും കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്കേണ്ട നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് ഇത്. ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവാണ്. അപ്പോൾ റോഡ് അത്ര നല്ല റോഡൊന്നും ആയിരുന്നില്ല. ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്കുള്ള റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് മോശം റോഡായിരുന്നു. പിന്നെ ഇത്തിരി ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല റോഡ് കിട്ടി. പിന്നെ കൂടുതലും കുത്തനെയുള്ള ഇറക്കങ്ങളും ഹെയർ പിൻ വളവൊക്കെയാണ്. പക്ഷെ എന്തായാലും യാത്ര നല്ല രസമായിരുന്നു. ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്ക് വന്ന സെയിം റൂട്ടല്ല ആക്ച്വലി നമ്മൾ തിരിച്ച് മസൂറിൽ നിന്ന് അംബാലയിലേക്ക് പോകുന്നത്. പക്ഷേ എന്നാലും വഴിയിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്ക് ഉണ്ടായിരുന്ന മാതിരി അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് മസൂറിൽ നിന്ന് അംബാലയിലേക്ക് പോകുന്ന വഴിയിലും കാണാൻ പറ്റുക. പ്രകൃതി ശരിക്കും കനിഞ്ഞനുഗ്രഹിച്ച ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡും തന്നെ വേണം പറയാൻ. അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ വഴിയിലൊക്കെ നിറയെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വഴിയിൽ നേരത്തെ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് മസൂറിയിലേക്ക് വരുന്ന വഴി കണ്ട പോലെ നിറയെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കട നോക്കിയപ്പോൾ വഴിയിൽ കടകൾ കുറവായിരുന്നു. ഉണ്ടായിരുന്ന കടകൾ തന്നെ അടച്ചേക്കിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ലക്കിലി ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് പോവാണ്. റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ അതിലും മനോഹരമാണ്. ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ മലയിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലാണ് റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത് തന്നെ. പലകയാണ് താഴെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റ് പണിതേക്കുക. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നു. എനിക്ക് വേണ്ടി മാഗിയും ഞങ്ങൾക്ക് വേണ്ടി ഗ്രിൽഡ് സാൻഡ്വിച്ചും. വേറെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഡെറാഡൂണിലേക്കുള്ള വഴിയിലെത്തി. ഇപ്പോൾ ഡെറാഡൂൺ റൂട്ടിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഡെറാഡൂൺ സിറ്റിയിലെത്തി. ഇപ്പോൾ പറയണ്ടല്ലോ, ഡെറാഡൂൺ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ അത്രയും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു സിറ്റിയാണ്. ഇപ്പോൾ ഡെറാഡൂൺ അതുകൊണ്ട് തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. റോഡ്സൊക്കെ അത്രയും ക്ലീനാണ്, നല്ല റോഡാണ്. ഞങ്ങൾ മസൂറിലേക്ക് വരുന്ന വഴിയും ഇതേപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ വന്ന സെയിം റൂട്ടല്ല ആക്ച്വലി, കുറച്ച് വ്യത്യാസമുണ്ട്. ഡെറാഡൂണിൽ ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് മതിലുകളിലും ഇതേപോലെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ടോട്ടോ എന്നറിയപ്പെടുന്ന ഒരു ഷെയർ ഓട്ടോയാണ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലത്തെ വാഹനങ്ങൾ സർവ്വസാധാരണമാണ്. നമുക്ക് കുറഞ്ഞ ചിലവിലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആക്ച്വലി ടോട്ടോ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ
പോയിക്കൊണ്ടിരിക്കുന്നത് പോണ്ട സാഹിബ് ലക്ഷ്യമാക്കിയാണ്. പോണ്ട സാഹിബ് ഗുരുദ്വാരയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ അംബാലയിലേക്ക് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 81 കിലോമീറ്ററാണ് മസൂറിയിൽ നിന്ന് പോണ്ട സാഹിബ് ഗുരുദ്വാരയിലേക്കുള്ള ദൂരം. ഇപ്പോൾ പോണ്ട സാഹിബ് ആക്ച്വലി ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയാണ്. 1938 ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി എന്നറിയപ്പെടുന്ന ഈ ഫോറസ്റ്റ് അക്കാഡമി സ്ഥാപിക്കപ്പെട്ടത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയാണ്. ആർമി ഓഫീസേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് സെൻ്ററാണിത്. 1932 ഡെറാഡൂണിലത്തെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥാപിതമായത്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മിലിറ്ററി അക്കാഡമിയാണ് ഇതെന്ന് പറയാം. 1400 ഏക്കറിലാണ് ഡെറാഡൂണിലത്തെ ഈ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി വിസ്തൃതമായി കിടക്കുന്നത്. ഈ റെഡ് കളർ വാളുള്ളത് കാണുന്നതൊക്കെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമീൻ്റെ ക്യാമ്പസാണ് കേട്ടോ. അപ്പോൾ അത്രയും ഏരിയയിൽ ഇത് വ്യാപിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇതിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റിയാണ്. ഡെറാഡൂണിലത്തെ ഒരു അക്കാഡമിക് കം റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റി. ഇത് 2013 ഈ ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ഉത്തരാഖണ്ഡ് നിയമസഭയുടെ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ്ട സാഹിബ് ഗുരുദ്വാരയിൽ എത്താറായി. ഇവിടുന്ന് 24 കിലോമീറ്ററാണ് പോണ്ട സാഹിബിലേക്കുള്ള ദൂരം കാണിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ദൂരം ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ കൂടിയാണ്. ഈ യാത്രയിൽ ആക്ച്വലി അംബാല മുതൽ ഹരിദ്വാർ, ഋഷികേശ്, ഡെറാഡൂൺ വഴി മസൂറിയിൽ നിന്ന് തിരിച്ച് അംബാല വരെയുള്ള യാത്രയിൽ ഞങ്ങൾ 4 സംസ്ഥാനങ്ങളിൽ കൂടെ യാത്ര ചെയ്തു. അതായത് ഹരിയാന, ഉത്തരാഖണ്ഡ്, പിന്നെ ഹരിദ്വാർ, ഋഷികേശിലേക്കുള്ള വഴിയിൽ കുറച്ച് ദൂരം ഉത്തർപ്രദേശിലും കൂടി ഉണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശ്. അങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ കൂടെ യാത്ര ചെയ്താണ് ഞങ്ങൾ അംബാല ടു ഹരിദ്വാർ, ഋഷികേശ്, ഡെറാഡൂൺ, മസൂറി യാത്ര പൂർത്തിയാക്കിയത്. ഇപ്പം ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോണ്ട സാഹിബ് ഗുരുദ്വാര. ഇനി ഒന്ന് കറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ എൻട്രൻസിലെത്തുക. ഇതൊരു നദിയുടെ തീരത്തായിട്ടാണ് പോണ്ട സാഹിബ് ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ്ട സാഹിബ് ഗുരുദ്വാരയിലെത്തി. പക്ഷേ ഗുരുദ്വാരയുടെ അകത്ത് വീഡിയോ അനുവദനീയമല്ലായിരുന്നു. അത് കാരണം പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ പോണ്ട സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച് തിരിച്ച് അംബാലയിലേക്ക് പോയി. ഇനി പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ. വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.